ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വേഴ്സ് നെസ്റ്റ്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്ററിലെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അതിലെ മോഡ്യൂൾ 1 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ 3 ടോപ്പിക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, ആനിമൽ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് ഉണ്ടായത്, അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിന് ബേസ് ആയിട്ട് കുറച്ച് തിയറീസ് ഉണ്ട്. അതായത് ഓരോ തിയറീസ് ഓരോന്നാണ് വാദിക്കുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായത് എന്നുള്ളത്. അത് ഏതൊക്കെ തിയറീസ് ആണ് നോക്കാം നമുക്ക്. ഫസ്റ്റത്തത് ദ ബൗ ഔ തിയറി. അതിനെ നമ്മൾ ഓണോമറ്റോപോയിക് തിയറി എന്നും പറയും. ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഹ്യൂമൻസ് ഇമിറ്റേറ്റിംഗ് ദ സൗണ്ട്സ് ദേ ഹിയർഡ് ഇൻ നേച്ചർ. അതായത് നമ്മൾ നേച്ചറിന്ന് കേട്ട സൗണ്ട്സ്, അതായത് ആനിമൽ സൗണ്ട്സ് ആകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ നോയ്സസ് ആകാം, ഇതിൽ നിന്നൊക്കെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വേർഡ്സ് ലൈക്ക് ബസ്. ബസ് എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുന്നേരം നമുക്ക് എന്താ ഓർമ്മ വരിക? ഇമിറ്റേറ്റിംഗ് സൗണ്ട് ഓഫ് എ ബി. തേനീച്ച പോകുന്നതിനുള്ള ഒരു സൗണ്ടാണ് ബസ്. അപ്പൊ ആ സൗണ്ട് നിന്നാണ് ബസ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. അതുപോലെ തന്നെ മ്യാവ്. മ്യാവ് എന്ന് പറഞ്ഞ വേർഡ് കാറ്റിന്റെ ക്രൈ, അതായത് കാറ്റ് കരയുന്നതിൽ നിന്നാണ് എന്തുണ്ടായത്? മ്യാവ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. അങ്ങനെ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ള നോയ്സ് നിന്നാണ്, നമ്മൾ കേൾക്കുന്ന ഓരോ നോയ്സ് ഉണ്ടാവില്ലേ, അതിൽ നിന്നാണ് ഓരോ വേർഡ്സ് ഉണ്ടായത്. അങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇനി ദ പൂ തിയറി. ആ തിയറി എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് തിയറി, ലാംഗ്വേജ് ബിഗൻ വിത്ത് ഇമോഷണൽ എക്സ്ക്ലമേഷൻസ് ഓർ ഇൻസ്റ്റിങ്ക്റ്റീവ് ക്രൈസ് ഓഫ് പെയിൻ, ജോയ് ഓർ അതർ സ്ട്രോങ് ഫീലിങ്സ്. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ ഇമോഷൻസിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്. അത് വേണമെങ്കിൽ പെയിൻ എന്നാകാം, അല്ലെങ്കിൽ ജോയ്, അല്ലെങ്കിൽ അതർ സ്ട്രോങ് ഫീലിങ്സ്. അങ്ങനെ വരുന്ന ഫീലിങ്സ് എന്നൊക്കെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്. എക്സാമ്പിൾസ്, ഔച്ച്. ഔച്ച് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് വേദന ആയാലൊക്കെ, ഔച്ച് അല്ലെങ്കിൽ പൊള്ളിയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിമുലസിനാണ് നമ്മൾ ഔച്ച് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഉഫ്. ഉഫ് എന്ന് പറഞ്ഞ വേർഡ് നമ്മളെപ്പാണ്, ഓ അടിപൊളി ഡ്രസ്സിലെ ഉഫ് അടിപൊളി, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഉഫ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. അങ്ങനെ ഓരോ ഫീലിങ്സ് എന്ന് വരുന്ന നോയ്സ് എന്നാണ് ഓരോ വേർഡ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് എന്നാണ് ഈ തിയറി വാദിക്കുന്നത്. നെക്സ്റ്റ് തിയറി, ദ ഡിങ് ഡോങ് തിയറി. ദിസ് തിയറി posits that language emerged from a natural resonance or harmony between humans and the world. Sounds were inherently linked to objects or actions, and language arose as humans name things based on this natural correspondence. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ തിയറി എന്താണ് പറയുന്നത്? ഇപ്പോൾ നേച്ചറും ഹ്യൂമൻസും തമ്മിൽ ഒരു ഐക്യമുണ്ട്, ഒരു ഹാർമണി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേച്ചറിന് കുറേ സൗണ്ട്സ് ഇങ്ങനെ കേൾക്കും. ഇപ്പം ബ്ലാസ്റ്റ് അല്ല, ബൂം എന്ന് പറഞ്ഞുള്ളൊരു സൗണ്ട്. ബൂം എന്ന് പറഞ്ഞുള്ളൊരു സൗണ്ട് എക്സ്പ്ലോഷൻ എന്നാണ് ബൂം എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നേരം നമുക്ക് ഓർമ്മ വന്നത്. അപ്പൊ പണ്ടത്തെ വേർഡ്സ് ഒക്കെ ഉണ്ടായത്, ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ നടന്നു, പണ്ട് ഒരു പൊട്ടിത്തെറി നടന്നു, അപ്പൊ അവര് പറയാ ബൂം. അങ്ങനെ ഓരോ നാച്ചുറൽ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാർ ഓരോ നെയിം ഇട്ട് അങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, ദ യോ ഹി ഹോ തിയറി. യോ ഹി ഹോ തിയറി എന്താണ് പറയുന്നത്? ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം rhythmic sounds produced by humans during coordinated physical effort like working together to move heavy objects or rowing a boat. The sound could have developed into more sophisticated vocal communication. ഇതൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് പണിയെടുക്കുമ്പം വേഗം ജോലിന്റെ ആ ഭാരമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എന്തെങ്കിലും പറയേ അല്ലെങ്കിൽ പാടേ ഒരു റിതമിക് ഒരേപോലുള്ള സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു ഹെവി ഒബ്ജക്റ്റ് നീക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഐലസ ഐലസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കൂലേ, അങ്ങനെ ഓരോ വേർഡ്സ് ഉണ്ടായി. അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടായത്. പിന്നെ വോക്കൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അത് മാറി എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ഫിസിക്കൽ എഫേർട്ട് എടുക്കുന്നേരം ഒരു സൗണ്ട് നമ്മൾ യൂസ് ചെയ്യും, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നേരം
യൂസ് ചെയ്യും. പിന്നെ ഹെവി ഒബ്ജക്ട്സ് ഒക്കെ നീക്കുന്ന നേരം യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോയിങ് എ ബോട്ട്, എല്ലാവരും കൂടെ ബോട്ട് ഇങ്ങനെ റോ ചെയ്യുന്ന നേരം ഒരു സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ ഓരോ സൗണ്ടിൽ നിന്ന് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു എന്നാണ് ഈ തിയറി പറയുന്നത്. ദെൻ ദ മ്യൂസിക്കൽ പ്രോട്ടോ ലാംഗ്വേജ് തിയറി, അതിനാണ് നമ്മൾ ദ ലാല തിയറി എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ചാൾസ് ഡാർവിൻ സജസ്റ്റഡ് ദാറ്റ് ഏർലി ഹ്യൂമൻ ലാംഗ്വേജ് മൈറ്റ് ഹാവ് ഒറിജിനേറ്റഡ് ഇൻ സോങ്. അപ്പോൾ ചാൾസ് ഡാർവിൻ ആണ് സജസ്റ്റ് ചെയ്തത് പണ്ടത്തെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും ഒറിജിനേറ്റ് ചെയ്തത്, സോങ്സിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത്. വിത്ത് വോക്കൽ എക്സ്പ്രഷൻസ് ഒറിജിനലി യൂസ്ഡ് ഫോർ കോർട്ട്ഷിപ്പ് ഓർ അതർ സോഷ്യൽ ബോണ്ടിങ് ആക്ടിവിറ്റീസ്, ദിസ് മ്യൂസിക്കൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുഡ് ഹാവ് ഗ്രാജുവലി ഇവോൾവ്ഡ് ഇൻ ടു മോർ സ്ട്രക്ചർഡ് ലാംഗ്വേജ്. അങ്ങനെ സോങ്സിൽ നിന്നാണ് ലാംഗ്വേജ് എന്തായത് ഇവോൾവ് ചെയ്ത് വന്നത്. ദെൻ അത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് മാറി. അങ്ങനെയാണ് ലാംഗ്വേജിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ലാല തിയറി, ലാലല എന്നൊക്കെ പറയില്ലേ, അപ്പോൾ എന്താണ് അത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതാ അല്ലെങ്കിൽ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓർത്ത് വെക്കാം ജസ്റ്റ്. അങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഇവിടെ ഈ തിയറി പറയുന്നത്. ഓക്കെ, ഇത്രയാണ് തിയറീസ് വരുന്നത്. ഇനി നമ്മൾ ആനിമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഇതുവരെ പഠിച്ച തിയറി ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിലപ്പം ലോങ് എസ്സേസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോങ് എസ്സേസ് വേണമെങ്കിൽ എന്താണ് തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എന്നിട്ട് ഈ 5 തിയറീസും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഫസ്റ്റ് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ തിയറി എടുത്ത് ചോദിക്കാം. ജസ്റ്റ് ഇപ്പൊ പറഞ്ഞത്, ഞാൻ എന്താണോ ഇപ്പൊ പറഞ്ഞത്, എന്താണോ ഈ സ്ലൈഡ്സ് തന്നത് അത് മാത്രം നോക്കിയാൽ മതി. വേറെ ബുക്ക് റെഫർ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അത് മതി, അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാണ്, ആനിമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ പറയുന്നത് ഡുവാലിറ്റി. ഫസ്റ്റ് തന്നെ പറയുന്നത് ഡുവാലിറ്റി. എന്താണ് ഡുവാലിറ്റി? In human communication, duality of patterning means that language operates in 2 levels. Human communication ലാംഗ്വേജ് ഡുവൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഫോണീംസ്. ഫോണീംസിൽ വരുന്നത് ബേസിക് മീനിങ്ലെസ് സൗണ്ട്സ് ആണ്. ഫോണീംസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്സ്. അങ്ങനെ ഫോണീംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിലുണ്ട്. അതായത് ലൈക്ക് ബ് സൗണ്ട്, ആ സൗണ്ട്, ട് സൗണ്ട്, ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ്. അത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാനും പറ്റും. ദെൻ വേർഡ്സ് ആൻഡ് സെന്റൻസസ്, മീനിങ്ഫുൾ കോമ്പിനേഷൻ ഓഫ് ഫോണീംസ് ലൈക്ക് ബാറ്റ്, ടാബ്, ദാറ്റ് ക്യാൻ എക്സ്പ്രസ് ഇൻഫൈനൈറ്റ് ഐഡിയാസ്. ഇനി ഇത് കൂട്ടി യോജിച്ചതാണ് എന്ത്, ബാറ്റ്, ടാബ്. അങ്ങനെ അങ്ങനെ നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫോണീംസ് ആയിട്ട് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ, ഡുവൽ പർപ്പസിന്, ഒന്ന് ഫോണീംസ് അതായത് മീനിങ്ലെസ് സൗണ്ട്സ്, ദെൻ നമുക്ക് വേർഡ്സ് ആക്കാം, അത് സെന്റൻസ് ആക്കാം. അങ്ങനെ ഡുവൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ആനിമൽ കമ്മ്യൂണിക്കേഷനോ അവിടെ ഒരു ഡുവാലിറ്റി വരുന്നുണ്ടോ? നോ, ദർ ഇസ് ജനറലി നോ ഡുവാലിറ്റി. നോക്കാം. ഈച്ച് സിഗ്നൽ, എക്സാമ്പിൾ birds call or bees dance, has a specific meaning and can't be broken down into smaller meaningless parts. ഇപ്പം ഹ്യൂമൻ ലാംഗ്വേജിൽ നമ്മൾ പഠിച്ച് എന്താണ് ഫോണീംസ് ആയിട്ട് സിംഗിൾ അതായത് സൗണ്ട്സ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ അങ്ങനെ വേർതിരിക്കാൻ പറ്റും. ദെൻ അത് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം ബേർഡ്സ് കോൾ എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്താൽ അത് നമുക്ക് ഇങ്ങനെ ഡുവൽ പേർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ബീസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബീന്റെ ഫുഡ് തെരഞ്ഞു പോകുന്ന ആ സംഭവത്തിനാണ് ബീസ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ വേർഡ് ഉപയോഗിക്കുന്നത് ആ സിംഗിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ വേർഡിന് വേറൊരു ഉപയോഗവും ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ ഇല്ല. അങ്ങനാണ്. അതായത് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ ഡുവാലിറ്റി പറ്റില്ല. അതായത് ഒരു വേർഡ് ഒരു പേർപ്പസിന്, സിംഗിൾ പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വേർഡ്സിനൊക്കെ ഹാസ് എ സ്പെസിഫിക് മീനിങ് ആൻഡ് കാൺ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ സ്മോളർ ആയിട്ടോ മീനിങ്ലെസ് പാർട്സ് ആയിട്ടോ വിഭജിക്കാൻ പറ്റൂല. ഇനി ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. ആനിമൽ സിഗ്നൽസ് ആർ യൂഷ്വലി ഫിക്സ്ഡ് ആൻഡ് ടൈഡ് ടു ഇമ്മീഡിയറ്റ് നീഡ്സ്, അൺലൈക്ക് ഹ്യൂമൻ ലാംഗ്വേജസ് കപ്പാസിറ്റി ഫോർ അബ്സ്ട്രാക്ട് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. പിന്നെന്താണ് പറയുന്നത്, ആനിമൽ സിഗ്നൽസ്, അതായത് ആനിമലിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും.
അല്ലേ? ഇമ്മീഡിയറ്റ് നീഡ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേണമെങ്കിൽ വിശന്നാലോ അങ്ങനെ അങ്ങനെ പലതിനും. ദെൻ ഹ്യൂമൻ ലാംഗ്വേജ് എന്തിനാണ്? നമ്മൾ ഫോർ അബ്സ്ട്രാക്ട് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നമുക്ക് ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ഡുവാലിറ്റിയിൽ വരുന്നത്. ദെൻ ക്രിയേറ്റിവിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി. Humans can generate an infinite number of sentences by combining finite set of words and rules. This allows for creativity and the expression of entirely new ideas. ഇതിൽ പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാംഗ്വേജ്. മീൻസ് ഹ്യൂമൻ ക്യാൻ, അതായത് നമുക്ക് എന്താണ്, നമുക്കൊരു സെറ്റ് ഓഫ് വേർഡ്സിന്ന് കുറച്ച് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ ഓരോ ന്യൂ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആനിമൽ കമ്മ്യൂണിക്കേഷനിലോ, ആനിമൽ കമ്മ്യൂണിക്കേഷൻ ടെൻസ് ടു ബി ഫിക്സഡ് ആൻഡ് റെപ്പിറ്റേറ്റീവ്. ഫിക്സഡ് ആയിട്ടുള്ളതാണ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ. അത് റെപ്പിറ്റേറ്റീവ്, അതായത് അത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. പുതിയ സാധനം ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണോ പണ്ടുള്ളത് അത് ഫിക്സഡ് ആയിരിക്കും ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ. ഈച്ച് സിഗ്നൽ ഹാസ് എ സ്പെസിഫിക് മീനിങ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബീസ് ഡാൻസ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഫുഡ്. ഫുഡിന്റെ ഡിറക്ഷൻ ആണ് ബീസ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് സിംബലൈസ് ചെയ്യുന്നത്. അതിന് ആ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. അത് ഇനി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ന്യൂ ഐഡിയാസ് ചേർക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ബട്ട് എനിമൽസ് ഡു നോട്ട് ക്രിയേറ്റ് ന്യൂ സിഗ്നൽസ് ടു എക്സ്പ്രസ് നോവൽ കൺസെപ്റ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യാൻ പുതിയ വേർഡ്സ് ഒന്നും ഉപയോഗിക്കില്ല. Their communication system are often considered closed. Closed communication ആണ്, ഫിക്സ്ഡ് ആണ്, വിത്ത് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് പോസിബിൾ മെസ്സേജസ്. ലിമിറ്റഡ് സെറ്റ് ഓഫ് മെസ്സേജ് മാത്രമാണ് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകും. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി ആർബിട്രറിനെസ്, അതിൽ പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ആർബിട്രറി, മീനിങ് that the words or sounds we use are not inherently tied to their meaning. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വേർഡ് ഉണ്ടല്ലോ, ശരിക്കും ഇപ്പൊ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എങ്ങനെയാണ് ആ ട്രീക്ക്, അതായത് ശരിക്കുള്ള മരം എന്ന് പറഞ്ഞ ഇമേജിലെ കുറെ ചില്ലകളും ബ്രാഞ്ചസ് ഒക്കെ വരുന്നത്, ആ ഒരു ഇമേജിന് എങ്ങനെയാണ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നത്, എങ്ങനെയാണ് വന്നത്? അത് നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറിയ വേർഡാണ്, അല്ലേ? അല്ലാണ്ട് അത് ഇപ്പൊ നമ്മൾ ഈ ഭൂമി ഉണ്ടാകുന്നവരെ മരത്തിന് ട്രീ എന്നാണ്, അങ്ങനെയല്ല. ആ ഐഡിയക്ക് മനുഷ്യന്മാരിട്ട പേരാണ് അത്. മനസ്സിലായോ? സോ ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ആർബിട്രറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ വേർഡിന്റെ മീനിങ്ങും എന്താ പറയാ, ആ ട്രീ എന്ന് പറഞ്ഞ വേർഡും അതിന്റെ മീനിങ്ങും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അതായത് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും ആ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുന്ന ഇമേജ് ഉണ്ടല്ലോ, അതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അത് മനുഷ്യന്മാർ ഉണ്ടാക്കിയ വേർഡാണ്. ഓക്കെ, ദെൻ ആനിമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നേരം എന്താണ്? ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ക്ലോസ്ലി ടൈഡ് ടു ഇൻസ്റ്റിങ്ക്റ്റൽ ഓർ നേച്ചുറൽ സിഗ്നൽസ്. ഫോർ എക്സാമ്പിൾ, ദ വേക്കിംഗ് ഓഫ് ഡോഗ്സ് ടെയിൽ or a bird's warning call directly corresponds to specific situations and is less flexible. എന്നാൽ മനുഷ്യന്മാരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അത് നേച്ചുറലാണ്, അത് ഉണ്ടാക്കിയതല്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ട്രീ എന്ന് പറഞ്ഞ വേർഡും ട്രീന്റെ ആ ഇമേജും നമ്മൾ മനുഷ്യന്മാര് കൊടുത്തതാണ്. മരം എന്ന് പറഞ്ഞ, അതായത് ആ ഇമേജിന്, മരത്തിന്റെ ഇമേജിന് മനുഷ്യന്മാര് കൊടുത്ത പേരാണ് മരം അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, അങ്ങനെ ഒരു സാധനം ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? അവര് നേച്ചുറലാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നത് വേക്കിംഗ് ഓഫ് ഡോഗ്സ് ടെയിൽ, ഡോഗിന്റെ ടെയിൽ ഇങ്ങനെ ഇളക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നെങ്കിൽ അത് ഹാപ്പി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഡേഞ്ചർ ഉണ്ടാവും. അങ്ങനെ ഒരു മീനിങ് ഉണ്ട്, അത് നേച്ചുറലാണ്. അത് എന്താണ്, ആരും കൊടുത്ത സംഭവം ഒന്നുമല്ല, അത് നേച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇനി ബേർഡ്സ് വാർണിംഗ് കോൾ എന്ന് പറഞ്ഞാൽ, ബേർഡ്സ് വാർണിംഗ് കോൾ വരുന്നത് ഒന്നെങ്കിൽ ബേർഡ്സ് കരയുന്നത് ഹാപ്പിനെസ്, സന്തോഷത്തിനായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു ഡേഞ്ചർ വരാനുണ്ട്, അതിനൊക്കെ ആയിരിക്കും ബേർഡ്സ് കരയുന്നത്. അതൊക്കെ നേച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. അതൊന്നും നമ്മൾ എന്താ പറയാ, നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറിയതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സാധനമൊന്നുമല്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ്? അത് നേച്ചറിലാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് അബൌട്ട് തിങ്സ് നോട്ട് പ്രസന്റ്. അതായത് ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള ഒരു കഴിവ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഹ്യൂമൻസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ നോട്ട് പ്രസന്റ് സച്ച് ആസ് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഇവന്റ്സ്. അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഒന്നെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം പറയാൻ പറ്റും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഇവന്റ്സ് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ദിസ് എബിലിറ്റി ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിന് മാത്രമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ് ഇത്. ദെൻ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ മോസ്റ്റ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അതിന് പാസ്റ്റിനെ പറ്റി പറയാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പറയാനോ ഒന്നും പറ്റില്ല. അതെന്താണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയാണ് ആനിമൽസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇറ്റ് ടെൻസ് ടു ഫോക്കസ് ഓൺ ദ ഹിയർ ആൻഡ് നൗ. ഇപ്പം നടക്കുന്നത് അതിനെപ്പറ്റി മാത്രമാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇസ് ക്ലോസ്ലി ടൈഡ് ടു ആനിമൽസ് കറന്റ് സ്റ്റേറ്റ് ഓർ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഞാൻ പറഞ്ഞില്ലേ, എന്താണോ ഇപ്പൊ ആനിമൽസിന്റെ കറന്റ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവർക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റിമുലൈ ഉണ്ടാവല്ലോ, അതിനൊക്കെ കുറിച്ച് പറയാൻ, അതായത് അതിനെക്കുറിച്ച് പറയാൻ മാത്രമാണ് ആനിമൽ കമ്മ്യൂണിക്കേഷനിലൂടെ പറ്റുള്ളൂ. There is limited evidence that animals can discuss past or future events in the same way humans can. അതായത് ഓൾമോസ്റ്റ് ആനിമൽസിനും ഫ്യൂച്ചറും പാസ്റ്റും ഒന്നും പറയാൻ പറ്റില്ല. എന്താണോ ഇപ്പം നടക്കുന്നത് അത് മാത്രം. ഓക്കെ, ഇനി സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പം ഹ്യൂമൻ എക്സ്പ്രഷൻ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി. Humans being can involve in communication without actually living them. He can discuss about hunger when well fed and rest when fatigued. Human beings need not have direct stimuli for speaking. ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളിപ്പോൾ ഫുള്ള് ഫെഡ് ആയിട്ടിരിക്കുകയാണ്, ഫുള്ള് എന്താ പറയുക, നമ്മൾ വയറ് ഫുള്ളാണ്. പക്ഷെ നമുക്ക് ഹങ്കറിനെ പറ്റിയിട്ട്, അതായത് വിശപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനൊക്കെ പറ്റും. ഫുള്ള് തിന്നിരിക്കുന്നേരോ നമുക്ക് വിശപ്പിനെ പറ്റി പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ നമുക്ക് ഫാറ്റിക്കിനെ പറ്റി പറയാൻ പറ്റും. അതായത് ക്ഷീണത്തിനെ കുറിച്ച്, തളർച്ചയെ കുറിച്ചൊക്കെ പറയാൻ പറ്റും. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, ഹ്യൂമണിന് മാത്രമാണ് അത് പറ്റുള്ളൂ. അതായത് നമുക്ക് ഡയറക്റ്റ് സ്റ്റിമുലൈൻ്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് അതായത് വിശന്നിട്ട് പൊരിയണം എന്നില്ല വിശപ്പിനെ പറ്റി പറയാൻ. നമുക്ക് വേണേൽ ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പിനെ പറ്റി പറയാം. ഓക്കെ, അതാണ് സ്പെഷ്യലൈസേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിലെ സ്പെഷ്യലൈസേഷൻ. ഇനി ആനിമൽസിന് ഓൺ ദ അതർ ഹാൻഡ് നീഡ്സ് എ സ്റ്റിമുലസ് ടു ട്രിഗർ കമ്മ്യൂണിക്കേഷണൽ ആക്ടിവിറ്റീസ്. ഇനി ആനിമൽസിലേക്ക് വരുന്നേരം അതിനൊരു സ്റ്റിമുലസ് എന്തായാലും വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒന്നെങ്കിൽ അതിന് വിശക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വിശക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇന്റർചേഞ്ചബിലിറ്റി. Interchangeability refers to the ability of both the sender and receiver to produce the same signals. നോക്കാം, ഒന്നുമില്ല, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാണ്. അതിൽ എനിക്കിപ്പോൾ എന്താകാം, സെൻഡറായിട്ടും ഒരു റോളുണ്ട്, റിസീവറായിട്ടും ഒരു റോളുണ്ട്. കാരണം ഞാൻ സെൻഡറാണ് ഇവിടെ. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരു അറിവ് പകരാ ചെയ്യുന്നത്. ദെൻ ഞാനൊരു റിസീവറും കൂടിയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ, നിങ്ങളെ ഒപ്പീനിയൻ പറയും. അപ്പൊ ഞാനത് റിസീവറാണ്, അവിടെ ഞാൻ റിസീവറാണ്, നിങ്ങൾ സെൻഡറാണ്. ഓക്കെ, അപ്പൊ ഇന്റർചേഞ്ചബിൾ ആയിട്ട് റോൾസ് ഉപയോഗിക്കാൻ പറ്റും ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ. നോക്കാം, ഇൻ ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർചേഞ്ചബിലിറ്റി ഈസ് ഫുള്ളി പ്രസന്റ്. ആനി human can be both sender and receiver of messages, meaning we can all produce and understand the same language signals. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സെൻഡറും ആകാം റിസീവറും ആകാം. ബട്ട് ഇൻ അനിമൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർചേഞ്ചബിലിറ്റി ഈസ് ഓഫൺ ലിമിറ്റഡ്. ഇന്റർചേഞ്ചബിലിറ്റി ലിമിറ്റഡ് ആണ് അനിമൽ കമ്മ്യൂണിക്കേഷനിൽ.
സം ആനിമൽസ് ക്യാൻ ഓൺലി പ്രൊഡ്യൂസ് സർട്ടൻ സിഗ്നൽസ്. ആനിമൽസിന് ചില ആനിമൽസിൽ ഇന്റർചേഞ്ചബിലിറ്റി നടക്കും. എക്സാമ്പിൾ മെയ്റ്റിംഗ് കോൾസ്, അതായത് സെക്ഷലി അട്രാക്റ്റഡ് ആയാൽ മെയ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം വേണമെങ്കിൽ അവർക്ക് എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ. പക്ഷെ അത് ലിമിറ്റഡ് ആണ് കേട്ടോ, ഇന്റർചേഞ്ചബിലിറ്റി ലിമിറ്റഡ് ആണ് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ കൾച്ചറൽ ട്രാൻസ്മിഷൻ. അടുത്ത് വരുന്നത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ language is culturally transmitted. Children learn languages of their community and languages evolve over time. Different communities can have entirely different languages, dialects and customs of communications. ഇതിലൊന്നുമില്ല, ഈ പേരിൽ എന്താണോ പറയുന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ. നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടായത്, അത് കൾച്ചറൽ ട്രാൻസ്മിറ്റഡ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിച്ചത്, നമ്മുടെ പേരൻസ് എന്താണോ പറയുന്നത് അത് കേട്ടിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിച്ചത് അല്ലേ. ഇപ്പം ഓരോ കമ്മ്യൂണിറ്റിക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരിക്കും. അവരുടെ ഡയലക്ട്സിന് വ്യത്യാസം ഉണ്ടാകും. മീൻസ് ഇപ്പൊ എന്താ പറയാ, ട്രൈബൽ ഏരിയയിലേക്ക് പോയാൽ അവർ വേറൊരു രീതിയിൽ തന്നെ ആയിരിക്കും സംസാരിക്കാം. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മളൊരു ട്രൈബൽ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ മലയാളം തന്നെയാണ്, പക്ഷേ ഡയലക്റ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ ലാംഗ്വേജ് ആയിരിക്കും. അത് തന്നെ ഇവോൾവ് ചെയ്ത് വന്നത് കൾച്ചറൽ ട്രാൻസ്മിഷനിൽ കൂടാണ്. അതായത് നമ്മുടെ മുമ്പ് ആരൊക്കെ ജീവിച്ചു പോയി അവരിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലാംഗ്വേജ്. ലാംഗ്വേജ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ആനിമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? വൈൽ സം ആനിമൽസ് സച്ച് എസ് ബേർഡ്സ് ആൻഡ് ഡോൾഫിൻ ഷോ എവിഡൻസ് ഓഫ് ലേണിംഗ് സർട്ടൻ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്. ഇനി ബേർഡ്സും ഡോൾഫിൻസും ഒക്കെ അങ്ങനെ കാണിക്കാറുണ്ട്, ഷോ എവിഡൻസ് ലേണിംഗ് സർട്ടൻ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ലൈക്ക് സോങ്സ് ഓർ കോൾസ്. ബേർഡ്സിനും ഡോൾഫിൻസിനും ഇത് പറയുന്നുണ്ട്, എന്ത് കൾച്ചറൽ ട്രാൻസ്മിഷൻ കുറച്ചൊക്കെ പറയുന്നുണ്ട്. ദ മെജോറിറ്റി ഓഫ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ജനറലി ഡിറ്റർമൈൻഡ്. ഇറ്റ് ഈസ് ഓഫൻ മോർ ഇൻസ്റ്റിങ്ക്റ്റൽ ദെൻ ലേൺഡ്. എന്നാൽ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, ഇൻസ്റ്റിങ്ക്ച്വൽ ആണ്. കാരണം അവര് ഇങ്ങനെ പഠിച്ചെടുക്കുന്നൊന്നല്ല, ജനിക്കുമ്പേ അവർക്ക് ആ ഒരു എന്താണ് കഴിവുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെയാണ് അത് ജനിക്കുന്നത് ഓരോ ആനിമൽസ്, അല്ലാണ്ട് അതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊന്നുമല്ല, ഇൻസ്റ്റിങ്ക്ച്വൽ ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാണ്, സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. നോക്കാം. In the linguist structure of modern English 2010, Laurel J. Brinton and Donna M. Brinton highlight the following key points regarding distinction between speech and writing. Speech and writing ne kurichittu the linguist structure of modern English എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ അവരുടെ വർക്കിൽ ആരൊക്കെ വർക്കാണത്, ലോറൽ ജെ ബ്രിന്റന്റെയും ഡൊന്ന എം ബ്രിന്റന്റെയും വർക്കാണ് അത്. അതിലൊരു കുറച്ച് സ്പീച്ച് ആൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിഫറൻസ്. എന്താണ് സ്പീച്ചും റൈറ്റിംഗ്, എന്താണ് അതിന്റെ വ്യത്യാസം, ഓക്കെ, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സ്പീച്ച് പ്രിഡേറ്റ്സ് റൈറ്റിംഗ്. ഇവർ പറയുന്നത് സ്പീച്ച് എക്സിസ്റ്റഡ് ലോങ് ബിഫോർ റൈറ്റിംഗ് സിസ്റ്റംസ് ബോത്ത് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്. ഇവർ പറയുന്നത് ശരിക്കും സ്പീച്ചാണ് ഫസ്റ്റ് ഉണ്ടായത്, സ്പീച്ചാണ് ഫസ്റ്റ് ഉണ്ടായത് ബോത്ത് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് എടുത്തു നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ഏതാണ് വന്നത്, സ്പീച്ചാണ്. അതായത് സ്പീച്ച് എന്ന് പറഞ്ഞാൽ വേർബലായിട്ട് നമ്മൾ ആദ്യം വായുകൊണ്ട് സംസാരിച്ച്, അതല്ലേ സംസാരമാണ് ഫസ്റ്റ് വന്നത്, റൈറ്റിംഗ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ്, എഫേർട്ട്ലെസ് അക്വിസിഷൻ ഓഫ് സ്പീച്ച്. Learning to speak is natural and effortless, whereas learning to write is more challenging and requires instruction. സ്പീച്ചിന് ഒരു എഫേർട്ടും വേണ്ട, നമുക്ക് പറയാൻ അതിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നാച്ചുറൽ ആണ്, അത് എഫേർട്ട്ലെസ് ആണ്. നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല സംസാരം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ എഴുതാൻ പഠിക്കുന്ന നേരം എന്താണ്, അതിന് കുറച്ച് എഫേർട്ട് ഇടണം അല്ലെ, അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. കാരണം
നമ്മൾ ജനിച്ചു വീണപ്പേ നമ്മൾ പറയാൻ പഠിക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ അതിന് എഫേർട്ട് ഇട്ട് കാലമൊക്കെ ഓർമ്മ ഉണ്ടോ പറയാൻ വേണ്ടിയിട്ട്? ഇല്ല, അത് നമ്മളെ പേരൻസ് ആണ്, അവർ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അല്ലേ. പക്ഷെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് നമ്മൾ ജനിച്ചപ്പോഴേ ഇങ്ങനെ പഠിച്ച് സംസാരിക്കാൻ പഠിച്ച് വന്നതാണ്. എന്നാൽ റൈറ്റിംഗ് നമ്മൾ എങ്ങനെ പഠിച്ചത്? നമുക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? LKG UKG ഒക്കെ ചേർത്തി ഫസ്റ്റ് ABCD ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് എഫേർട്ട് ഇടണം അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. Then next point, fluency without writing. Many individuals can speak fluently without ever learning to write. കുറേ ആൾക്കാർക്ക് റൈറ്റിംഗ് പഠിക്കാണ്ട് തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഹൈലൈറ്റിംഗ് ദ നാച്ചുറൽനെസ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെയും അവർ സ്പോക്കൺ ലാംഗ്വേജിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അതായത് സംസാരത്തിന് വായിക്കൂടി പറയുന്നതിനാണ് ഹൈലൈറ്റ് കൊടുക്കുന്നത്. ദെൻ ലാംഗ്വേജസ് വിത്ത് നോ റിട്ടൺ ഫോം. സം ലാംഗ്വേജസ് ലാക്ക് റൈറ്റിംഗ് സിസ്റ്റം. ചില ലാംഗ്വേജസിന് ഇപ്പോഴും എന്തില്ല? ഒരു റിട്ടൺ ഫോം ഇല്ല, അത് എഴുതാൻ പറ്റില്ല, അതിന് വേർഡ്സോ ആൽഫബറ്റ്സോ ഒന്നുമില്ല. അങ്ങനത്തെ ലാംഗ്വേജസും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇവരെന്ത് പറയുന്നത്? ബട്ട് ഓൾ ലാംഗ്വേജസ് ഹാവ് സ്പോക്കൺ ഫോം. പക്ഷേ എല്ലാ ലാംഗ്വേജിനും എന്തുണ്ട്? സ്പോക്കൺ ഫോം ഉണ്ട് അല്ലേ? എങ്ങനെയാണ് പറയാന്നുള്ളൊരു ഫോം ഉണ്ട്. പക്ഷേ റൈറ്റിംഗ് സിസ്റ്റം ചില ലാംഗ്വേജിന് മാത്രമാണ് ഉള്ളൂ. നെക്സ്റ്റ്, diverse writing system. Various writing systems are used globally, with some languages employing more than one system, even for closely related language. Diverse writing system എന്ന് പറഞ്ഞാൽ വേരിയസ് റൈറ്റിംഗ് സിസ്റ്റം ആർ യൂസ്ഡ് ഗ്ലോബലി. അതായത് കുറേ റൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ഗ്ലോബലി ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ വിത്ത് സം ലാംഗ്വേജസ് എംപ്ലോയിങ് മോർ ദാൻ വൺ സിസ്റ്റം, ഈവൻ ക്ലോസ്ലി റിലേറ്റഡ് ലാംഗ്വേജ്. ഇപ്പോൾ ജർമ്മനും ഫ്രഞ്ചും ഇംഗ്ലീഷും ഒക്കെ എടുത്തു നോക്കുന്ന നേരം നമുക്ക് ചിലതൊക്കെ എന്താ പറയാ ഒരേപോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ, ചില വേർഡ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ റിട്ടൺ ഫോം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് പോലെയല്ല ഫ്രഞ്ച് എഴുതുക, ഫ്രഞ്ച് പോലെയല്ല ജർമ്മൻ എഴുതുക, എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് കേൾക്കുന്ന നേരം അത് കൊള്ളാലോ, അത് ചില എന്താ പറയാ സാമ്യം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ റിട്ടൺ ഫോം വേറെ ആണ്. ഇനി അടുത്തത് വരുന്നത് ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. There are significant differences between the actual sounds of a language and written symbols used to represent them. ഇതിൽ പറയുന്നത് സ്പീച്ച് ചെയ്യുന്നേരം റൈറ്റ് ചെയ്യുന്നേരം ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വേർഡ് പറയുവാണ്, ഇംഗ്ലീഷ് എന്നല്ലേ നമ്മൾ പറയാ. അപ്പം പക്ഷെ അത് എഴുതുന്നേരം നമ്മൾ ENGLISH, ശരിക്കും എൻഗ്ലീഷ് എന്നൊക്കെ അല്ലേ ശരിക്കും വായിക്കേണ്ടേ, അങ്ങനൊക്കെ അല്ലേ ശരിക്കും വായിക്കേണ്ടത്. പക്ഷേ അത് പറയുമ്പം ഇംഗ്ലീഷ് എന്നാണ് പറയാ. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? ചില വേർഡ്സ് എന്താണോ പറയുന്നത് അതുപോലെയല്ല എഴുതുന്ന വേറെ ഒരു ഇതായിരിക്കും, പക്ഷെ പറയുമ്പം അത് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ ചെറിയൊരു എന്താ പറയാ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. എന്താണോ പറയുന്നത് അത് തന്നെ നമുക്ക് എഴുതാൻ പറ്റണം എന്നില്ല. ഓക്കെ. ഇനി ഇൻഅഡിക്വൻസി ഓഫ് ഓർത്തോഗ്രഫി ഫോർ സൗണ്ട് സ്റ്റഡി. ഓർത്തോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ സിമ്പിൾസിനാണ് നമ്മൾ ഓർത്തോഗ്രഫി എന്ന് പറയുന്നത്. ഓർത്തോഗ്രാഫിക് സിസ്റ്റം ആർ ഇൻസഫിഷ്യന്റ് ഫോർ അനലൈസിങ് സ്പീച്ച് സൗണ്ട്സ് ഡ്യൂറിംഗ് ടു ദ ലാക്ക് ഓഫ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. ഇനി ലെറ്റേഴ്സും സൗണ്ട്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എന്താണോ സിമ്പിൾസ് അത് തന്നെ ആവണമെന്നില്ല അതിന്റെ സൗണ്ട് വരുന്നത്, സൗണ്ട് വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ക്രിയേഷൻ ഓഫ് ദ IPA. To address these issues, the International Phonetic Alphabet IPA created in 1888. അപ്പൊ ഇതിനൊക്കെയാണ് എന്ത് IPA എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതിനാണ് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഓരോ ഇഷ്യൂസ് പറയാനൊക്കെ വേണ്ടിയിട്ടാണ് IPA 1888 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ensuring that each symbol represents one specific sound. IPA വന്നതിന് ശേഷമാണ് ഓരോ സിമ്പലിനും ഓരോ സ്പെസിഫിക് സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡിങ് എ കൺസിസ്റ്റന്റ് വേ ടു റെക്കോർഡ് സ്പീച്ച്. അങ്ങനെ നമുക്ക് സ്പീച്ച് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു തന്നത് IPA വന്നതിന് ശേഷമാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത്
എക്സാമിനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി അടുത്ത വരുന്ന ടോപ്പിക്കാണ് നല്ലോണം നോക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കുക സ്പീച്ചിനെ കുറിച്ചും റൈറ്റിങ്ങിനെ കുറിച്ചും എന്താണ് വ്യത്യാസം, ഇവരെന്താണ് പറഞ്ഞത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ ഇത്. നെക്സ്റ്റ് ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് സ്പീച്ച് ഓവർ റൈറ്റിംഗ്. എന്താണ് റൈറ്റിങ്ങിന്റെ മുകളിലാണ് സ്പീച്ച് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സ്പീച്ചിൽ സ്പോണ്ടൈനിറ്റി ഉണ്ട്. സ്പോണ്ടൈനിറ്റി മീൻസ് സ്പീച്ച് അലോസ് ഫോർ ഇമ്മീഡിയറ്റ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ വിതൗട്ട് ദ നീഡ് ഫോർ പ്രിപ്പറേഷൻ ഓർ ഫോർമൽ സ്ട്രക്ചർ. സ്പീച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിനൊരു പ്രിപ്പറേഷനും വേണ്ട, ഒരു സ്ട്രക്ചർ വേണ്ട, പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളോട് ഒരു വഴി ചോദിക്കുകയാണ്, ഇപ്പോ എക്സാമ്പിൾ കോഴിക്കോടേക്കുള്ള വഴി ഏതാണ്, ഒരു പുറത്തുനിന്ന് വന്ന ഒരാൾ ചോദിക്കുകയാണ് കോഴിക്കോട് സെർട്ടൻ അപ്പോൾ മിഠായി തെരുവിലേക്കുള്ള വഴി റൂട്ട് ഏതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ കോഴിക്കോട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അത് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് ഓരോ മുന്നിൽ നിന്ന് ഇങ്ങനെ എഴുതിയെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ സ്പോണ്ടൈനിറ്റി ആണ് സ്പീച്ചിന്റെ ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാൻ പറ്റും, നമുക്ക് അതിന് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട സ്പീച്ചിന്. ഓക്കെ, സംസാരത്തിന്. ഇനി നോൺ വെർബൽ ക്യൂസ്. സ്പീച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പം വേർബലി ആണ് സംസാരിക്കുന്നത് അല്ലേ, നമ്മൾ വായ കൊണ്ട് വേർബലി ആണ് സംസാരിക്കുന്നത്. പക്ഷെ അതിൽ നോൺ വെർബൽ ക്യൂസും കൂടെ വരുന്നുണ്ട്. എന്താണ്? സ്പീച്ച് ഈസ് അക്കമ്പനീഡ് ബൈ ഇന്റോണേഷൻ, ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ടോൺ വിച്ച് ആഡ് ലെയേഴ്സ് ഓഫ് മീനിങ് ദാറ്റ് റൈറ്റിംഗ് കാനോട്ട് ഈസിലി കൺവേ. റൈറ്റിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഈസി വേയില് സ്പീക്കിങ്ങിന് ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് ഉണ്ട് റൈറ്റിങ്ങിനേക്കാളും. മീൻസ് എന്തുകൊണ്ടാണ്? അതിൽ നോൺ വെർബൽ ക്യൂസും കൂടെ വരുന്നുണ്ട്. അതിൽ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുന്നുണ്ട്, നമ്മളെ ഗസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഇനി ആ ടോൺ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഒരു ടോണ്, അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ വരുമ്പം സ്പീച്ചിന് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റും റൈറ്റിങ്ങിനേക്കാളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്സസിബിലിറ്റി. സ്പീച്ച് ഡസ് നോട്ട് റിക്വയർ ലിറ്ററസി ഓർ ടൂൾസ്. സ്പീച്ചിന് എന്ത് വേണ്ട? ഒരു ടൂൾസ് ലൈക്ക് പെൻ ആൻഡ് പേപ്പർ ഓർ ഡിവൈസസ്. പെന്നും പേപ്പറും ഒന്നും വേണ്ട നമ്മൾ ഇങ്ങനെ പറയുന്നേരം. പെന്നും പേപ്പറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അതങ്ങ് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളൂ. സ്പോണ്ടൈൻ ആണ് അല്ലേ, സ്പോണ്ടൈനിറ്റി ആണ് സ്പീച്ച്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി വൺ റിഗാർഡ്ലെസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ വർത്താനം പറയാൻ നമുക്ക് എഡ്യൂക്കേഷന്റെ ആവശ്യം വേണ്ട. ആർക്ക് വേണമെങ്കിലും സ്പീച്ച് ചെയ്യാം. ഓക്കെ, പക്ഷെ റൈറ്റിംഗ് അങ്ങനെയല്ല. റൈറ്റിംഗ് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞാണ് റൈറ്റിംഗ്. എല്ലാവർക്കും അത് യൂസ് ചെയ്യണം പറ്റണം എന്നില്ല. ഓക്കെ, ഇനി സ്പീച്ചിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഫ്ലെക്സിബിലിറ്റി. സ്പീച്ച് അലൗസ് ഫോർ മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ലാംഗ്വേജ് യൂസ് വിത്ത് സ്പീക്കേഴ്സ് ഏബിൾ ടു അഡ്ജസ്റ്റ് ദെയർ ടോൺ, പേസ് or phrasing based on real-time feedback from the listener. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യണം, എങ്ങനെ അതിന്റെ ടോൺ യൂസ് ചെയ്യണം എന്നൊക്കെ ആർക്ക് തീരുമാനിക്കാം? ഈ പറയുന്ന ആൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആരാണോ ലിസണർ അവരുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്കും കിട്ടും. അപ്പൊ അതൊരു ഫ്ലെക്സിബിൾ ആണ്. തിരിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം, ഇങ്ങോട്ടേക്ക് അവരുടെ ഫീഡ്ബാക്കും സ്വീകരിക്കാം. അപ്പൊ അത് ഫ്ലെക്സിബിൾ ആണ്. അടുത്തത് ഫാസ്റ്റർ ഇന്ററാക്ഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ അലോസ് ഫോർ ക്വിക്കർ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് റെസ്പോൺസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഓരോ ഐഡിയാസിനെ പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെസ്പോൺസസ് സ്വീകരിക്കാൻ പറ്റും. മേക്കിംഗ് ഇറ്റ് മോർ എഫക്റ്റീവ് ഇൻ കോൺവെർസേഷൻസ്, ഡിബേറ്റ്സ് ആൻഡ് റിയൽ ടൈം ഡിസ്കഷൻസ്. അത് അപ്പം കോൺവെർസേഷനിലായാലും ഇപ്പോൾ ഒരു ഡിബേറ്റിലായാലും ഒരു റിയൽ ടൈം ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, അതിനൊക്കെ എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും അല്ലെ, തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വരും എന്തില്? സ്പീച്ചില്. ഇനി അടുത്തത് നാച്ചുറൽ അക്വിസിഷൻ. Speech is acquired naturally from young age through exposure, while writing requires formal learning and practice. സ്പീച്ച് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ അക്വയർ ചെയ്ത് വന്ന സാധനമാണ്. ഓക്കെ, പക്ഷേ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ലേണിംഗ് ആണ്, അതിന് പ്രാക്ടീസ് വേണം, അല്ലാണ്ട് അത് നടക്കില്ല. ദീസ് ഫാക്ടേഴ്സ് മേക്ക് സ്പീച്ച്
എ മോർ ഇമ്മീഡിയറ്റ് ഇന്ററാക്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്പയർഡ് ടു റൈറ്റിംഗ്. ഇനി റൈറ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തരം ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സ് ആണ് സ്പീച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സ്പീച്ച് കുറച്ചും കൂടെ എന്താണ്, ഇന്ററാക്റ്റീവ് ആണ് അല്ലേ. ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റിംഗ് ഓവർ സ്പീച്ച്. ഇനി റൈറ്റിംഗ്, എന്തുകൊണ്ട് റൈറ്റിംഗ് ആണ് സ്പീച്ചിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് നോക്കാം. അതിന്റെ അഡ്വാൻറ്റേജസ്: പെർമനൻസ്. ഫസ്റ്റ് വൺ ഇസ് പെർമനൻസ്. Writing provides a permanent record of information that can be preserved, stored, and referenced over time, unlike speech, which is fleeting. Okay. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് ആണ്. എന്തെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് അവിടെ എടുത്തു വെക്കാൻ പറ്റും, അത് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മളൊരു ബുക്ക്, നോവല് വായിക്കുന്ന ആ നോവല് ഇപ്പൊ ഷേക്സ്പിയർ പണ്ടെങ്ങാനും എഴുതിയ ഓഥെല്ലോവും ഹാംലെറ്റും ഒക്കെ ഇന്നും നമ്മൾ വായിക്കുന്ന എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം എഴുതി വെച്ചതിനെ കൊണ്ടാണ് അല്ലേ. അത് പറഞ്ഞു പോവാണെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അത് അന്ന് എഴുതിയതിനെ കൊണ്ട് ഇന്നും അത് നിലനിൽക്കുന്നു. അപ്പൊ എന്താണ് റൈറ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർമനൻസ്. മനസ്സിലായില്ലേ? ഇനി ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ. അടുത്തത്, writing allows for careful crafting of language, enabling more precise and structured expression of ideas, which can reduce misunderstanding. കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാ? എഴുതുന്നേരം. കാരണം എന്താണ്, എഴുതുന്നേരം കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട്, എന്താ പറയാ, കുറച്ചുകൂടെ ചുരുക്കിയിട്ട് എഴുതാൻ പറ്റും. പറയുന്ന പോലെയല്ല. പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തും പറഞ്ഞു പോകും. പക്ഷെ എഴുതുമ്പം അതൊക്കെ നമുക്ക് പ്രിസൈസ് ചെയ്ത് അത് കുറച്ചുകൊണ്ടാണ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമുക്ക് കെയർഫുൾ ആയിട്ട് ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റും റൈറ്റിങ്ങിലൂടെ. പിന്നെ അടുത്തത് വരുന്നത് കോംപ്ലക്സിറ്റി. റിട്ടൺ ലാംഗ്വേജ് സപ്പോർട്ട്സ് ദ എക്സ്പ്രഷൻ ഓഫ് മോർ കോംപ്ലക്സ് ആൻഡ് ഡീറ്റെയിൽഡ് തോട്ട്സ്, ആർഗ്യുമെന്റ്സ് ഓർ നറേറ്റീവ്സ് ദാറ്റ് റിക്വയർ കെയർഫുൾ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്. ഇനി റൈറ്റിങ്ങിനെ റൈറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു റിട്ടൺ ലാംഗ്വേജിന് ഒരു കോംപ്ലക്സ് തോട്ട്സും കോംപ്ലക്സ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ കോംപ്ലക്സ് നെറേറ്റീവ്സും ഒക്കെ എന്താണ്, കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ പറ്റും അല്ലേ. റിട്ടൺ ലാംഗ്വേജ് സപ്പോർട്ട്സ് ദ എക്സ്പ്രഷൻ ഓഫ് മോർ കോംപ്ലക്സ് ആൻഡ് ഡീറ്റെയിൽ തോട്ട്സ്, ആർഗ്യുമെന്റ്സ് ഓർ നെറേറ്റീവ്സ് ദാറ്റ് റിക്വയർ കെയർഫുൾ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്. ഇപ്പം ഈ എന്താ പറയാ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പൊ അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ, എന്നിട്ട് അതിനൊന്ന് ചുരുക്കാനൊക്കെ എന്തിനു പറ്റും? റൈറ്റിങ്ങിന് പറ്റും. ഇനി വൈഡ് റീച്ച് എന്ന് പറഞ്ഞാല് എന്താണ്? റൈറ്റിംഗ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ലാർജ് ഓഡിയൻസ് അക്രോസ് ടൈം ആൻഡ് സ്പേസ്, enabling communication without the need for immediate presence of both parties. ഇനി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈഡ് റീച്ച്. അതിന് തന്നെ മനസ്സിലായി, ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വൈഡ് റീച്ച് ആണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നോവൽ എഴുതുകയാണെങ്കിൽ തന്നെ എന്താ പറയാ, ആർക്ക് വേണമെങ്കിലും ആ നോവൽ ആക്സസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടും. ഒരു എന്താ പറയാ, ഏതാണോ സ്ഥലം ഒന്നും നോക്കണ്ട, വൈഡ് റീച്ച് ആണ്, അക്രോസ് ദ ഗ്ലോബ് ആണ്. റൈറ്റിംഗ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ലാർജ് ഓഡിയൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതിന് ടൈമിൻ്റെതോ സ്പേസിന്റെ ഒന്നും കാര്യം നോക്കേണ്ടതില്ല. ഇതാണ് വൈഡ് റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റിഫ്ലക്ഷൻ. റൈറ്റിംഗ് ഗിവ്സ് ദ റൈറ്റർ ടൈം ടു റിഫ്ലക്ട്, റിവൈസ് ആൻഡ് എഡിറ്റ്, റിസൾട്ടിങ് ഇൻ മോർ കൺസിഡേർഡ് ആൻഡ് പോളിഷ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാൻ, കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് റൈറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? എനി ടൈം റൈറ്റർ ക്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ പറ്റും. ഓക്കെ. ഇനി ഫോർമാലിറ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. അതിൽ വരുന്നത്, റൈറ്റിംഗ് ടെൻഡ്സ് ടു ഫോളോ സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് ഗ്രാമർ, പങ്ക്ച്വേഷൻ ആൻഡ് സ്റ്റൈൽ, which ensures uniformity and consistency in communication, especially in professional, academic and legal context. ഇനി കുറച്ചുകൂടെ ഫോമലാണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ റൂൾസ് ഉണ്ട്, ഗ്രാമർ റൂൾസ് ഉണ്ട്, പിന്നെ അതിൽ പങ്ക്ച്വേഷൻ വേണം, കുത്ത് കോമ അതൊക്കെ ഇല്ലേ, പിന്നെ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. അതൊക്കെ
നോക്കി വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അത് കുറച്ചും കൂടെ ഒന്ന് പ്രൊഫഷണൽ ആണ്, കുറച്ചും കൂടെ അക്കാഡമിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും കുറച്ചും കൂടെ പ്രൊഫഷണലും കുറച്ചും കൂടെ ലീഗൽ കോണ്ടെക്സ്റ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത്, റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അപ്പം ദീസ് അഡ്വാൻറ്റേജസ് മേക്ക് റൈറ്റിംഗ് എസ്പെഷ്യലി വാല്യുബിൾ ഫോർ ഡോക്യുമെന്റേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, കോംപ്ലക്സ് റീസണിങ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ റൈറ്റിംഗിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത് എന്തൊക്കെയാണ്? വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും, റെക്കോർഡ്സ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ അതിനൊരു റീസണിങ്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട്സ് പ്രിസൈസ് ആക്കിയിട്ട് നല്ല ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് റൈറ്റിംഗ് ആണ് ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്ര ആളും ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത അടുത്തൊരു പാർട്ടും കൂടെ ഈ മൊഡ്യൂള് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.